അധ്യായം 12. റൈഡൻ നഗരത്തിലെ പട്ടാളക്കാർ സൂര്യൻ എന്ന സ്വർണ്ണ മനുഷ്യനെ തേടി കാട്ടിലും നാട്ടിലും അലഞ്ഞു തിരിഞ്ഞു. ലിയോ കഠിന പരിശീലനത്തിലാണ്. ദിവസങ്ങൾ കഴിയുന്തോറും അവൻ വർമ്മകലയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ചു. ലിയോ പരിശീലനത്തിലാണെന്നറിയാതെ താമര അവന്റെ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു. ലിയോ ഞെട്ടിപ്പോയി. അവനപ്പോൾ പരിശീലനത്തിന്റെ ഭാഗമായി ട്രൗസർ മാത്രമിട്ട് നിൽക്കുകയായിരുന്നു. താമര വന്ന കാര്യം മറന്ന് അവനെ നോക്കി നിന്നു. അവനെ മുൻപ് കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി അവൾക്ക് തോന്നി. പേശികളൊക്കെ ഉറച്ച് ശരീരം ദൃഢമായി. പല ജീവികളോടുമുള്ള പോരാട്ടത്തിന്റെ ഫലമായി ദേഹത്ത് അവിടിവിടെ മുറിപ്പാടുകളുമായി ഇപ്പോൾ അവനെ കാണാൻ മികച്ച ഒരു യോദ്ധാവിനെ പോലെയുണ്ട്. അറിയാതെ അവൾ നാണം കൊണ്ട് തലകുനിച്ചു. എന്താ താമരെ, എന്തിനാ മുറിയിലേക്ക് വന്നത്? ലിയോ അല്പം മടിയോടെ ചോദിച്ചു. ഒന്നുമില്ല ലിയോ, നിന്നെ കുറച്ചു നാളായി മുറിക്ക് പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ. അങ്ങനെ ഞാൻ അന്വേഷിച്ചു വന്നതാ. ഞാനെന്നാ പുറത്തേക്ക് പോകാം. താമര അവനെ നോക്കാതെ പറഞ്ഞു. നീ എവിടേക്ക് പോകുന്നു? വേട്ടയ്ക്കാണോ? അവൾ പോകുന്നത് നോക്കി ലിയോ ചോദിച്ചു. ഇല്ല, നീ കുപ്പായമൊക്കെ ഇട്ടിട്ട് വെളിയിലേക്ക് വാ, ഞാൻ പുറത്തു നിൽക്കാം. താമര ചെറു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് പോയി. ഇവളെന്നെ എവിടെ കൊണ്ടുപോകാനാകുമോ ഈ വിളിക്കുന്നത്? ലിയോ സംശയത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി നിന്നു. ലിയോ, ഒരു പെണ്ണ് വന്ന് വിളിച്ചതല്ലേ, അവസരം പാഴാക്കാതെ പോകാൻ നോക്ക്. ചീനു അവന്റെ തോളിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു. ലിയോ വേഗത്തിൽ വേഷം മാറി പുറത്തേക്ക് ചെന്നു. അവിടെ താമരയോടൊപ്പം മറ്റൊരാൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഓവിയൻ. മൃഗലോചനന്റെ സൈന്യത്തിൽപ്പെട്ടയാളാണ് ഓവിയൻ, താമരയുടെ ബാല്യകാല സുഹൃത്ത്. ലിയോ അവർക്കടുത്തേക്ക് ചെന്നപ്പോൾ ഓവിയൻ താമരയോട് സൂര്യനെ കുറിച്ച് പുകഴ്ത്തുന്നതാണ് കേട്ടത്. ആ സൂര്യൻ ഞങ്ങളുടെ പടയെ കണ്ട് ഓടിയപ്പോൾ അവൻ രൂപമാറ്റ ശക്തി ഉപയോഗിച്ച് ആ രാക്ഷസ മൃഗത്തിന്റെ ചെറിയൊരു രൂപമായി മാറി. അവന്റെ എരുമത്തലയും മനുഷ്യന്റെ ഉടലും കുതിരയെ പോലുള്ള 4 കാലുകളുമെല്ലാം സ്വർണമായി മാറി. ഞങ്ങളുടെ പടയിൽ ഉണ്ടായിരുന്നവരെല്ലാം ഇതൊക്കെ ആശ്ചര്യത്തോടെയാണ് കണ്ടത്. പിന്നെ ഭയങ്കര വേഗത്തിലൂടെ കാടിനുള്ളിലേക്ക് മറിഞ്ഞു. ഓവിയൻ വലിയ കാര്യം പോലെ പറഞ്ഞു. താമര സൂര്യനെ കണ്ടുമുട്ടിയ കാര്യം ഇതുവരെ ഓവിയനോട് പറഞ്ഞിട്ടില്ല. കാരണം താമരയ്ക്ക് സൂര്യനെ അറിയാമെന്ന കാര്യം മൃഗലോചനന്റെ ചെവിയിൽ എത്തിയാൽ അയാൾ അവളെ തടവിലാക്കുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് താമര സൂര്യനെ അറിയില്ലെന്ന് ഭാവിച്ചു. ഓവിയൻ പറയുന്നതൊക്കെ അത്ഭുതത്തോടെ കേട്ടു. ലിയോ അവരുടെ അടുത്തെത്തിയപ്പോൾ താമര ലിയോയ്ക്ക് ഓവിയനെ പരിചയപ്പെടുത്തി. ലിയോ, ഇതാണ് ഓവിയൻ, എന്റെ സുഹൃത്ത്. താമര പറഞ്ഞത് കേട്ട് ലിയോ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ഓവിയൻ താല്പര്യമില്ലാത്ത ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് ലിയോയിൽ നിന്നും മുഖം തിരിച്ചു. താമരെ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ലിയോ ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു. ആയോധന കല പരിശീലന കളരിയിലേക്ക്. നേരത്തെ നടന്നതോർത്ത താമര അല്പം നാണത്തോടെ പറഞ്ഞു. ലിയോ ആശയക്കുഴപ്പത്തിൽ അവളെ നോക്കി. 3 പേരും വലിയൊരു സവാരി മൃഗത്തിന്റെ പുറത്തേറി പരിശീലന കളരിയിലെത്തി. അവിടെ പരിശീലനം കാണുന്നതിനായി പല നഗരങ്ങളിൽ നിന്നും എത്തിയ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. അകത്തേക്ക് കയറുന്നതിനായി തുച്ഛമായ സെൽ പോയിന്റുകൾ നൽകണം. അവരെ 3 പേരെയും അകത്തേക്ക് കടത്തിവിട്ടു. ഉള്ളിൽ ആളുകൾ ആവേശമൂത്ത് അലറി വിളിച്ചുകൊണ്ടിരുന്നു. അവിടെ കൂടിയിരുന്നവരെല്ലാം വിവിധ നഗരങ്ങളിൽ നിന്നും വന്നവരായിരുന്നു. അവരുടെ വസ്ത്രങ്ങളും കയ്യിലുള്ള ബ്രേസ്ലെറ്റും തന്റേതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ലിയോ മനസ്സിലാക്കി. വഴികാട്ടിയായി ഓവിയൻ മുന്നിൽ നടന്നു. താമരയും ലിയോയും അവനെ പിന്തുടർന്നു. വ്യത്യസ്തതകൾ നിറഞ്ഞ അപരിചിതരായ മനുഷ്യരെ കണ്ട് ലിയോ അമ്പരന്നു. ഓവിയനും താമരയും ലിയോയും വരാനിരിക്കുന്ന പോരാട്ടങ്ങളെല്ലാം വ്യക്തമായി കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടേക്കിരുന്നു. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് താമരെ? നമ്മൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ലിയോ താമരയോട് ചോദിച്ചു. വീരൻ സെൽവമണിയുടെ പോരാട്ടം ഇന്നാണ്. അത് കാണാനാണ് ഇത്രയും അധികം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത്. അത് വളരെ രസകരമായിരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധികയാണ്. അവൻ പോരടിക്കുന്നത് കണ്ടാൽ നീയും അവന്റെ ആരാധകനായി മാറും. താമര ആവേശത്തോടെ പറഞ്ഞു. പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു ശബ്ദം മുഴങ്ങി. നിങ്ങൾ ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന പോരാട്ടം ഇതാ തുടങ്ങാൻ പോകുന്നു. അടുത്ത പോരാട്ടം വീരൻ സെൽവമണിയും ഉലകനാഥനും തമ്മിൽ ഇതാ തുടങ്ങുകയായി. താമരയും ഓവിയനും അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. പക്ഷെ ലിയോയുടെ കണ്ണുകൾ തിളങ്ങുന്ന ആ മൈതാനത്തിലായിരുന്നു. വീരൻ സെൽവമണി മൈതാനത്തിലേക്ക് വന്നു. അയാൾ ഒരു യോദ്ധാവിനെ പോലെ വസ്ത്രം ധരിച്ചിരുന്നു. മുഖത്ത് 2 വരകൾ പോലെ കറുത്ത ചായം പൂശി കരുത്തുറ്റ ശരീരവുമായി ഒരു മികച്ച പോരാളിയെ പോലെ നെഞ്ചു വിരിച്ചു നിന്നു. അതിനു പിന്നാലെ ഉലകനാഥനും മൈതാനത്തിലേക്ക് വന്നു. ഇരുവരും പോരാട്ടത്തിന് തയ്യാറായി നേർക്കുനേർ നിന്നു. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ മത്സരത്തിന് ആവേശം കൂട്ടാനായി സെൽ പോയിന്റുകൾ വാതുവെച്ചു. കൂടാരത്തിനകത്തായി വലിയൊരു മാജിക് സ്ക്രീൻ തെളിഞ്ഞു വന്നു. അതിൽ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള 10 പേരുടെ പേരുകളാണുള്ളത്. താമര, ആ സ്ക്രീനിലുള്ളവരൊക്കെ ആരാണ്? ലിയോ കൗതുകത്തോടെ ചോദിച്ചു.
എന്നാൽ താമര എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഓവിയൻ പറഞ്ഞു തുടങ്ങി. അതാണ് താരങ്ങളുടെ പട്ടിക. ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് ആ പട്ടികയിൽ ഇടം നേടാം. ഈ ലിസ്റ്റിലുള്ള ആളുകൾ ഈ ലോകത്തിൽ വളരെ പ്രശസ്തരാണ്. മികച്ച പോരാളിയാണെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കളിക്കളത്തിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടാലും സാരമില്ലെന്ന ഉടമ്പടിയോടെ ഈ മത്സരങ്ങളിൽ സ്വതന്ത്രമായി പങ്കെടുക്കാം. ഓവിയൻ പറഞ്ഞു തീരും മുൻപേ താമര പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 10 വർഷമായി വീരൻ സെൽവമണിയാണ് 1-ാം സ്ഥാനത്ത്. എല്ലാവരും പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നായകൻ അവനാണെന്നാണ്. നിനക്കറിയോ, ഈ ലോകത്ത് അവനോട് പൊരുതി ജയിക്കാൻ ആരുമില്ല. താമര വീരൻ സെൽവമണിയെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. ഓവിയൻ അത് നിഷേധിച്ചു. മതിയാക്ക താമരെ, നീ അവനെക്കുറിച്ച് വല്ലാതെ പുകഴ്ത്തുന്നു. ഇത്തവണ മൃഗലോചനനാകും ആ പട്ടികയിൽ 1-ാമൻ. ഓവിയൻ താമരയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട താമര ചിരിച്ചു. നീ വെറുതെ ചിരിപ്പിക്കല്ലേ. സെൽവമണിയുടെ ഒരു അടി പോലും നിന്റെ മൃഗലോചനൻ താങ്ങില്ല. അവന് നമ്മുടെ സിറ്റിയിൽ കിടന്ന് പരാക്രമം കാണിക്കാനേ അറിയൂ. സൂര്യൻ എന്ന പേരുള്ള ഒരു സ്വർണ്ണ മനുഷ്യൻ വന്നിട്ടുണ്ടല്ലോ. ആദ്യം പോയി അവനോട് യുദ്ധം ചെയ്യും. അതിൽ മൃഗ ജയിക്കുമോ ഇല്ലയോ എന്നറിയാമല്ലോ. എന്നിട്ട് നമുക്ക് സെൽവമണിയെക്കുറിച്ച് ആലോചിക്കാം. താമര പരിഹാസത്തോടെ പറഞ്ഞു. ലിയോയുടെ കണ്ണുകൾ വീണ്ടും താരപട്ടികയിലേക്ക് തിരിഞ്ഞു. അതിൽ മൃഗലോചനന്റെ പേര് 5-ാം സ്ഥാനത്ത് വന്നിരുന്നു. ഓ, മൃഗലോചനനും ഇവിടെ പോരടിക്കുന്നുണ്ടോ? അവൻ സ്വയം പറഞ്ഞു. അവൻ ആ പട്ടികയിൽ ബാക്കിയുള്ളവരുടെ പേരുകളിലേക്ക് നോക്കി. 10-ാം സ്ഥാനത്ത് വീരപാണി എന്ന പേര് കണ്ട് ലിയോ ഞെട്ടി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അയാളെയാണ് ലിയോ കൊന്ന് കുളത്തിലെ ആമകൾക്ക് തീറ്റയാക്കിയത്. വീരപാണി ഒരു യോദ്ധാവാണ്. താരപട്ടികയിൽ 10-ാം സ്ഥാനത്തുള്ളയാൾ. ഞാനവനെ കൊന്നു. അത് കണ്ട് ഞെട്ടലിൽ ലിയോ സ്വയം പിറുപിറുത്തു. വലിയൊരു ശബ്ദത്തോടെ പോരാട്ടം ആരംഭിച്ചു. വീരൻ സെൽവമണി തുടക്കത്തിലെ തന്നെ പോരാട്ടത്തിൽ ആധിപത്യം പുലർത്തി. എതിരാളിക്ക് സെൽവമണിയെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. വീരപാണിയെ പോലെ സെൽവമണിയും വർമ്മകലയിൽ നിപുണനാണ്. അത് കണ്ട് ലിയോയുടെ കണ്ണുകൾ വിടർന്നു. വർമ്മകലയിലൂടെ എങ്ങനെ ശത്രുവിനെ എതിരിടണമെന്ന് ലിയോ കൺമുന്നിൽ കണ്ട് പഠിക്കുകയാണ്. ഓവിയനും താമരയും അലറി വിളിച്ച് മൈതാനത്തുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ സെൽവമണി തന്റെ രൂപമാറ്റ ശക്തി ഉപയോഗിച്ച് 3 അടി ഉയരമുള്ള ഒരു മനുഷ്യപുലിയായി രൂപാന്തരപ്പെടുകയും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. വീരൻ സെൽവമണി ആൾക്കൂട്ടത്തിലേക്ക് നോക്കി. എല്ലാവരും ആർപ്പ് വിളിയോടെ അവന്റെ വിജയം ഘോഷിച്ചു. ആഹാ, ഇത്തരത്തിലൊരു രൂപമാറ്റ ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ പോരാട്ടത്തിൽ പങ്കെടുത്ത് ഞാൻ വിജയിച്ചേനെ. കൊള്ളാം, ആ സൂര്യൻ ശരിക്കും ഭാഗ്യവാനാണ്. ആ രാക്ഷസ മൃഗത്തിന്റെ രൂപമാറ്റ ശക്തി അവന് കിട്ടി. അത് കണ്ട ഓവിയൻ പറഞ്ഞു. അസൂയ കൊണ്ട് അവന്റെ ഹൃദയം നുറുങ്ങി. അയ്യോ, നീ എന്നോട് ക്ഷമിക്കൂ ഓവിയ, അതെന്റെ കയ്യിൽ ഭദ്രമാണ്. ലിയോ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഓവിയനെ നോക്കി. എനിക്ക് തോന്നുന്നു സൂര്യന്റെ രൂപമാറ്റ ശക്തി സെൽവമണിയുടേതിനേക്കാൾ മികച്ചതാണെന്ന്. ഒരുപക്ഷെ സൂര്യനെ കൊണ്ട് സെൽവമണിയെ തോൽപ്പിക്കാൻ കഴിയും. ഓവിയൻ താമരയെ നോക്കി പറഞ്ഞു. രൂപമാറ്റ ശക്തി കൊണ്ട് മാത്രം സെൽവമണിയെ ജയിക്കാൻ കഴിയില്ല. അതിന് വർമ്മകലയിൽ കൂടി അവൻ മികച്ചവനാകണം. എന്നാലും ആ സൂര്യൻ ആദ്യം എത്തുമോ എന്നറിയില്ല. എവിടെ നിന്നാണ് അവൻ വരുന്നതെന്നോ എങ്ങോട്ട് പോകുന്നതെന്നോ പോലും ആർക്കും അറിയില്ല. എന്തായാലും അവൻ സെൽവമണിയുമായി പോരടിക്കാൻ യോജിച്ചവനല്ല, താമര പറഞ്ഞു. അവർ രണ്ടുപേരും സൂര്യനെക്കുറിച്ച് സംസാരിക്കുന്നത് ലിയോ നിശബ്ദനായി കേട്ടിരുന്നു. താമര, ഞാൻ ആരാണെന്ന് തെളിയിക്കാനുള്ള മികച്ച അവസരമാണിത്. ഇത് ഞാൻ എങ്ങനെ വേണ്ടെന്ന് വെക്കും? നീ എന്നെ സെൽവമണിയുടെ മുന്നിൽ ഒരുപാട് ചെറുതാക്കി താമര. ഞാൻ തീർച്ചയായും വീരൻ സെൽവമണിയോട് പോരാടി ജയിക്കും. ലിയോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുന്നിൽ കാണുന്ന സ്ക്രീനിലേക്ക് നോക്കി. അവിടെ താരപട്ടികയിൽ 1-ാം സ്ഥാനം വീരൻ സെൽവമണിയുടെ പേര് മാറി സൂര്യന്റെ പേര് തെളിഞ്ഞു. അതോർത്ത് ലിയോയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. വീരൻ സെൽവമണി വർമ്മകല ഉപയോഗിച്ച് പോരാട്ടത്തിൽ ജയിച്ചത് കണ്ട ലിയോ റൈഡൻ നഗരത്തിൽ തിരിച്ചെത്തി. പതിവിലും അതികഠിനമായി അവൻ വർമ്മകല പഠിച്ചെടുക്കാനുള്ള ശ്രമം തുടർന്നു. ബ്ലാക്ക് ക്രിസ്റ്റൽ കൊടുത്ത് പരിണമിക്കാനായി കൂട്ടിലടച്ച കാട്ടുപൂച്ച കുറച്ച് ദിവസങ്ങളായി ലിയോയുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. പുറം തൊലിയിൽ മാത്രം അല്പം വ്യത്യാസമുണ്ടായതൊഴിച്ചാൽ അതിന് മറ്റൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ കാട്ടുപൂച്ച 15 ദിവസത്തിലേറെയായി എന്റെ ബ്ലാക്ക് ക്രിസ്റ്റൽ വിഴുങ്ങിയിട്ട്. ഇനിയും ഇതിന് പരിണമിക്കാറായില്ലേ? എന്തായാലും ഇതിൽ കൂടുതൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, ലിയോ വിരസതയോടെ പറഞ്ഞു. കാത്തിരിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചീനു ചോദിച്ചു. എന്തായാലും ഇനിയൊരു കാത്തിരിപ്പില്ല. ഞാനിതിനെ കൊല്ലാൻ പോകുന്നു. ലിയോ അത് പറഞ്ഞുകൊണ്ട് ആ പൂച്ചയെ കൊല്ലാനായി ചെറിയൊരു കത്തിയെടുത്തു. ആ കത്തി ഉപയോഗിച്ച് അതിന്റെ കഴുത്ത് മുറിക്കാൻ ശ്രമിച്ചെങ്കിലും ലിയോ പരാജയപ്പെട്ടു. അതിന്റെ തൊലി വളരെയധികം കട്ടിയുള്ളതായിരുന്നു. വൈകാതെ ലിയോ പറഞ്ഞു, പരിണാമശക്തി വരട്ടെ. ലിയോ ഒരു രാക്ഷസനായി മാറി. പൂച്ചയുടെ കഴുത്തിനെ ഒരു കൈകൊണ്ട് പിടിച്ച് ചതച്ചു. സാധാരണ നിലയിലേക്ക് എത്തിയ ലിയോ പൂച്ചയെ കഷ്ണങ്ങളാക്കി. അതിനുള്ളിൽ നിന്നുമെടുത്ത ബ്ലാക്ക് ക്രിസ്റ്റൽ അവൻ തുടച്ച് മിനുക്കി ബാഗിലേക്ക് വെച്ചു. പരിണമിച്ച പൂച്ചയുടെ മാംസം കഴിച്ച
ലിയോയുടെ സെൽ പോയിന്റുകൾ ഗണ്യമായി വർദ്ധിച്ചു. ആവശ്യത്തിന് മാത്രം അവൻ കഴിച്ചു. ബാക്കിയുള്ള മാംസം കഴിച്ചാലും സെൽ പോയിന്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാകില്ലെന്ന് ലിയോയ്ക്കറിയാം. ചീനു, ഞാൻ വയറു നിറയെ കഴിച്ചു. ബാക്കിയുള്ള മാംസം ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു. പരിണമിച്ച മൃഗമായതിനാൽ ആളുകൾ ഇത് വാങ്ങാൻ താല്പര്യപ്പെടും. അവൻ തന്റെ ആശയം ചീനുവിനോട് പറഞ്ഞു. നീ പറയുന്നതൊക്കെ ശരി തന്നെ. എങ്ങനെ വിൽക്കാനാണ് നിന്റെ ഉദ്ദേശം? സൂര്യനായി നിനക്ക് ഈ മാംസം വിൽക്കാൻ കഴിയില്ല. ലിയോ ആയും വിൽക്കാൻ കഴിയില്ല. ലിയോ ആയ നീ എന്തെങ്കിലും വെറുതെ കൊടുത്താൽ പോലും റൈഡൻ നഗരത്തിലുള്ള ആരും വാങ്ങില്ല. വിപാശയും മൃഗലോചനനും നിന്റെ മേലെ വലിയ ദേഷ്യത്തിലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അവരെ ഭയന്ന് നിന്റെ കയ്യിൽ നിന്നും ആരും ഒന്നും വാങ്ങില്ല. ചീനു അവനെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് താമരയെ കൊണ്ട് വിൽപ്പിക്കേണ്ടി വരും, ലിയോ ആലോചനയോടെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ താമര അന്നത്തെ വേട്ടയാടൽ പരിശീലനം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു. അവളുടെ മുറിയുടെ വാതിലിന് മുൻപിൽ ചുവന്ന വാഴയിലയിൽ പൊതിഞ്ഞ ഒരു കെട്ട് കിടന്നിരുന്നു. താമര അതിലേക്ക് ഇഷ്ടക്കേടോടെ നോക്കി. ഏതവനാണോ ഈ മാലിന്യം എന്റെ മുറിയുടെ മുന്നിൽ കൊണ്ടുവച്ചത്? അവനെങ്ങാണ് എന്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ കഥ കഴിക്കും ഞാൻ. താമര ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് ആ പൊതിക്കെട്ട് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാനായി എടുത്തു. എന്നാൽ അപ്പോഴാണ് അതിനുള്ളിൽ ഇരിക്കുന്ന ഏതാനും മാംസ കഷ്ണങ്ങൾ അവളുടെ കണ്ണിൽപ്പെട്ടത്. അവൾ ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാനായി ചുറ്റിനും നോക്കി. എന്നിട്ട് വേഗം അവൾ മുറിയിലേക്ക് കയറി വാതിൽ താഴിട്ട് പൂട്ടി. താമര ആ പൊതിക്കെട്ടഴിച്ച് അതിനുള്ളിലേക്ക് ആകാംക്ഷയോടെ നോക്കി. അതിനുള്ളിൽ പരിണമിച്ച മൃഗത്തിന്റെ വലിയൊരു കഷ്ണം മാംസം ഇരിക്കുന്നത് അവൾ കണ്ടു. കൊതിയോടെ അല്പം മാംസം എടുത്ത് രുചിച്ചു നോക്കി. അവളുടെ മുഖം വിടർന്നു. അതവൾക്ക് മുൻപ് കഴിച്ചിട്ടുള്ള മാംസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അവളുടെ മുൻപിൽ മാജിക് സ്ക്രീൻ തെളിഞ്ഞു. അതിൽ അവളുടെ ലൈഫ് സെൽസ് ഇരട്ടിച്ചതായി കാണിച്ചു. അവൾക്ക് സന്തോഷം തോന്നി. അപ്പോഴാണ് അവൾ ആ വാഴയിലയിൽ വെള്ള നിറത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത് കണ്ടത്. കൂടുതൽ വേണമെങ്കിൽ കയർ താഴ്വരയിലേക്ക് വരൂ എന്നായിരുന്നു അതിന്റെ ഉള്ളടക്കം. ഇത് തീർച്ചയായും സൂര്യൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവച്ചത്. എന്തായാലും നന്നായി. ഞാനിനി സൂര്യനെ എങ്ങനെ കണ്ടുമുട്ടുമെന്ന ചിന്തയിൽ ഇരുന്നപ്പോഴാണ് ഇത് വന്നത്. അവനെ പോയി കണ്ട് മാംസം വാങ്ങിയിട്ട് വിപാശയ്ക്ക് അവനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന കാര്യം അവനോട് പറയണം. എന്നിട്ട് അവന്റെ തീരുമാനം എന്താണെന്ന് നോക്കാം. താമര സന്തോഷത്തോടെ അത് പറഞ്ഞ് വസ്ത്രം മാറിയിട്ട് സൂര്യനെ കാണാനായി കയർ താഴ്വരയിലേക്ക് പുറപ്പെട്ടു. ആദ്യമായി സൂര്യനെ കണ്ടുമുട്ടിയ സ്ഥലത്തേക്കാണ് താമര ചെന്നത്. ദൂരെ നിന്ന് അവൾ വരുന്നത് കണ്ട ലിയോ അവളെ ശ്രദ്ധിച്ചു. താമരയുടെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാനായി അവളെ നിരീക്ഷിക്കുകയാണവൻ. അവന്റെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു. ദേ, താമര വന്നല്ലോ. നമുക്ക് വേഗം പോയി അവളുടെ അടുത്ത് മാംസം വിറ്റിട്ട് ഇവിടെ നിന്നും പോകാം, ചീനു ഉത്സാഹത്തോടെ പറഞ്ഞു. ഇല്ല ചീനു, ഈ സമയത്ത് നമ്മുടെ ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കണം. താമര ഒറ്റയ്ക്കല്ല വന്നതെങ്കിലോ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. അവളുടെ ഒപ്പം സ്വർണ്ണ മനുഷ്യനെ പിടിക്കാനായി വിപാശയുടെ സൈന്യം പുറകിലുണ്ടെങ്കിലോ? എനിക്കവരെ ആക്രമിക്കേണ്ടി വരും. ദേഷ്യം വന്നാൽ എനിക്ക് വിപാശയെന്നോ താമരയെന്നോ നോട്ടമുണ്ടാകില്ല. ആക്രമണത്തിനിടയിൽ മരണം വരെ സംഭവിച്ചേക്കാം. ഞാൻ അവരെ ഉപദ്രവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ ചോദിച്ചു. നീ എന്തൊക്കെയാണ് ലിയോ പറയുന്നത്? അല്ല, സ്വയം പുകഴ്ത്തി നീ എങ്ങോട്ടാ പോകുന്നേ? ചീനു കളിയോടെ ചോദിച്ചു. താമര അവിടെ ആകെ സൂര്യന് വേണ്ടി തിരഞ്ഞു. ആ സൂര്യൻ ഇവിടെ വരുമെന്നല്ലേ പറഞ്ഞത്? കാണാനില്ലല്ലോ. എന്തായാലും അവൻ വരുന്നത് വരെ കാത്തിരിക്കാം, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ചെറിയ പാറയുടെ പുറത്തേക്കിരുന്നു. ലിയോ താമരയെ ഗൗരവത്തോടെ നോക്കി. ചീനുവും ലിയോയും മണിക്കൂറുകളോളം അവളെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. താമര സൂര്യനെ കാത്തിരുന്ന് മടുത്തു. ഒടുവിൽ സൂര്യൻ പറ്റിച്ചതിന്റെ നിരാശയിലും ദേഷ്യത്തിലും അവൾ അവിടെ നിന്നും പോകാനായി എഴുന്നേറ്റു. എന്നാൽ പെട്ടെന്നൊരു പതിഞ്ഞ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി.